2 ദിവസമായി സോഷ്യൽ മീഡിയയിലെ യുദ്ധം കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും ശ്രീജിത്ത് പണിക്കരുമാണ്. ശ്രീജിത്ത് പണിക്കരെ BJPക്കാർ കൂട്ടത്തോടെ വളഞ്ഞ് പൊങ്കാലയിട്ടു. അതിനുശേഷം ശ്രീജിത്ത് പണിക്കരെ കാണാനില്ല. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ശ്രീജിത്ത് പണിക്കരെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിന് മറുപടിയായി ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നി. അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ട ഗണപതി ഫഡ്ജി എന്ന് കെ സുരേന്ദ്രനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന കുറിപ്പിൽ സുരേന്ദ്രനെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലായാലും അത് മോശമായി പോയി എന്നേ പറയാനുള്ളൂ. ചില വിയോജനക്കുറിപ്പുകൾ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അതിന് വിലയില്ലാതെ പോകും. സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ എന്നൊരു പ്രയോഗം കണ്ടു. അതിൻ്റെ ബാക്കി നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം എന്ന പ്രയോഗം തെറ്റാണെന്ന് പറയാതെ വയ്യ. നിങ്ങളെപ്പോലെയുള്ളവരാണ് സുരേഷ് ഗോപിയെ ഇതുപോലെ പ്രശംസിച്ച് ചീത്തയാക്കുന്നത്. അമിത പ്രശംസ മനുഷ്യനെ വഷളാക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുരേഷ് ഗോപി. സ്വന്തം അധ്വാനത്തിൽ ജയിച്ചവർ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെയുള്ളൂ. കേരളത്തിൽ പണ്ട് ബൈപാർട്ടി പൊളിറ്റിക്സ് നടന്നിരുന്ന കാലത്ത് ചിലരെല്ലാം ജയിച്ചിട്ടുണ്ട്. ജോർജ് ജോസഫ് പൊടിവാറ അതിനൊരു ഉദാഹരണമാണ്. കഴക്കൂട്ടം MLA ആയിരുന്ന വാഹീദും മറ്റൊരു ഉദാഹരണമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലും കരുതലിലും അധ്വാനത്തിലും മാത്രമാണ്. അതിൽ സുരേഷ് ഗോപി എന്ന പേര് മേമ്പടി ചേർത്തു എന്നേ ഉള്ളൂ. അതായത് കഞ്ഞിക്ക് ഉപ്പ് ചേർക്കുന്നത് പോലെ. പക്ഷെ ഉപ്പ് കൂടിയാൽ അത് ഉപയോഗശൂന്യമാണെന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. പണിക്കരെ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൻ്റെ ലേബലിലാണ്, ആ റോളിലാണ് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്, ചാനൽ ചർച്ചകളിൽ. പക്ഷേ പറയുന്നത് മുഴുവൻ BJPക്ക് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ ആരാണ്? എന്തിനാണ് നിങ്ങൾ സുരേന്ദ്രനെ ഇങ്ങനെ അവഹേളിക്കുന്നത്? സുരേന്ദ്രൻ്റെ പുറത്ത് കയറിയിരുന്ന് പൂക്കളമിടാൻ ശ്രമിക്കുന്നത്? ABVP മുതൽ പണിയെടുത്ത് പാർട്ടി പ്രസിഡന്റ് വരെ അയാളാണ് സുരേന്ദ്രൻ, നമുക്കറിയാം. അയാളുടെ കാലത്ത് BJPയുടെ സംസ്ഥാന വിഹിതം 20% വരെ ഉയർത്തിയില്ലേ, വോട്ട് ശതമാനം? ഇനിയും മനസ്സിലാക്കേണ്ടത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തും ഏതാണ്ട് 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ 25%-ലധികം വോട്ട് ഷെയർ നേടി. ഇത് സുരേന്ദ്രൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. നരേന്ദ്രമോദി ഹിന്ദുത്വ പ്രീണനവും മുസ്ലിം വിരോധവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനിവിടെ ആർക്കും ഒരു പരാതിയില്ല. പണിക്കരത് കണ്ടതുമില്ല. ബോംബെയിലെ പ്രശസ്തമായ വിക്ടോറിയ ടെർമിനൽ എന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റി ശിവാജിയുടെ പേര് കൊടുത്തതിലും പണിക്കർക്ക് പരാതിയില്ല. പാവപ്പെട്ട സുരേന്ദ്രൻ ഗണപതി വട്ടം ഒന്ന് പറഞ്ഞുപോയി. അപ്പോഴേക്കും പണിക്കർക്ക് മതേതരത്വം തിളച്ചു. പണിക്കരെ, നിങ്ങളൊരു കള്ള നാണയമാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.